ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. നൂറ്റാണ്ടുകളായി ജനങ്ങൾ ഉപയോഗിക്കുന്ന പൊതുവഴി ക്ഷേത്രം ഭാരവാഹികൾ അടയ്ക്കാൻ ശ്രമിച്ചതോടെ മുള്ളൂർക്കരയിൽ പ്രതിഷേധം പുകയുന്നു. 40ഓളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൊതുവഴിയെ ചൊല്ലി മുള്ളൂർക്കര ഇരുന്നിലങ്കോട് ഗ്രാമത്തിൽ വൻ പ്രതിഷേധം. ഗ്രാമത്തിലെ 40ഓളം കുടുംബങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഏകയാത്രാ മാർഗമായ വഴി സമീപത്തെ ക്ഷേത്ര ഭാരവാഹികൾ കെട്ടിയടയ്ക്കാൻ ശ്രമിച്ചതാണ് സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് കാരണമായത്. മുള്ളൂർക്കര പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗ്രൗണ്ട്, ചെക്ക് ഡാം, വനമേഖല എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള ഏക കവാടം കൂടിയായ ഈ വഴി തടസ്സപ്പെടുത്തുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വഴി കെട്ടിയടയ്ക്കാനുള്ള നീക്കം നാട്ടുകാർ സംഘടിച്ചെത്തി തടയുകയായിരുന്നു. ഇതേ തുടർന്ന് നിലനിൽക്കുന്ന തർക്കത്തിന് പരിഹാരം കാണുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസിന്റെ നേതൃത്വത്തിൽ ഇരുന്നിലങ്കോട് സെന്ററിൽ ബഹുജന യോഗം ചേർന്നു. വരവൂർ പഞ്ചായത്തിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് കൈമാറി തന്ന രേഖയിൽ ആസ്തി രജിസ്റ്ററിൽ ഇരുന്നിലങ്കോട് PWD റോഡ് മുതൽ പാലിയഞ്ചിറ വരെയുള്ള റോഡ് ആസ്തി രജിസ്റ്ററിൽ കയറിയതുകൊണ്ടാണ് വരവൂർ പഞ്ചായത്ത് ഉള്ള കാലത്തും അത് ആസ്തി രജിസ്റ്ററിൽ ഉണ്ട്. അങ്ങനെ ആസ്തി രജിസ്റ്ററിൽ ഉള്ളതുകൊണ്ടാണ് മുള്ളൂർക്കര പഞ്ചായത്തും ഇപ്പോൾ അത് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ഒരു സംഘർഷത്തിനുള്ളതല്ല, ഒരു വെല്ലുവിളികൾക്കുള്ളതല്ല, ഒരു പോർവിളികൾക്കുള്ളതല്ല. ഒരു പ്രദേശത്തെ കുടുംബങ്ങളുടെ, ജനങ്ങളുടെ, അവരുടെ ജീവിതാവശ്യമാണ് ആ പ്രദേശത്തേക്കുള്ള ഗതാഗത സൗകര്യം. ആ ഗതാഗത സൗകര്യം നിഷേധിക്കരുത്. അത് നിഷേധിക്കുകയാണ് എങ്കിൽ അത് നോക്കി കണ്ടിരിക്കാൻ നമുക്ക് നിർവാഹമില്ലാതെ വരും. അപ്പോൾ അതിന്റെ മറ്റ് അനന്തര നടപടികളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. വഴി സംരക്ഷിക്കുന്നതിനായി ശക്തമായ നിയമ പോരാട്ടങ്ങൾക്കും സമരപരിപാടികൾക്കും നേതൃത്വം നൽകാൻ പഞ്ചായത്ത് അംഗം സയന ചെയർപേഴ്സണായി 11-അംഗ ആക്ഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MH അബ്ദുൽ സലാം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. മതേതര കാഴ്ചപ്പാടോടുകൂടി എല്ലാവർക്കും കടന്നു ചെല്ലാനും എല്ലാവർക്കും ഇരിക്കാനും സൗകര്യമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതിലൊരു പ്രത്യേക ജാതി വർണ്ണത്തിനൊന്നും വേർതിരിവില്ല. അത്തരം ക്ഷേത്രങ്ങൾ നൂറ്റാണ്ടുകളായി ഈ മനുഷ്യർ, ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ ഉപയോഗിച്ച് ഇരുന്ന ക്ഷേത്രം പുതിയ ഭരണസമിതി വരുമ്പോൾ എന്തോ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ കാരണമെന്നറിയില്ല. എന്നിരുന്നാലും വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾ, ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്ക് ഏകമാർഗമായ വഴി തടസ്സപ്പെടുത്തുക എന്ന നിലപാടുമായി മുന്നോട്ട് പോയി. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് CCV.